കഴിയുള്ളൂ സഹോദരങ്ങളെ. ഇസ്ലാമായി ജീവിക്കാതെ ഒരിക്കലും മുസ്ലിമായി മരിക്കാൻ കഴിയുകയില്ല. അതുകൊണ്ട് മുസ്ലിമായി ജീവിക്കുക, മരണം വരെ മുസ്ലിമായി ജീവിക്കുക, ഇസ്ലാമിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുക. ഏത് പ്രതിസന്ധി വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും ജീവൻ പോയാലും പരിശുദ്ധമായ ശരീരത്തിനെയും ദീനുൽ ഇസ്ലാമിനെയും മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം നമുക്ക് സാധ്യമായിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ വിജയിച്ചു. അതല്ല റമദാൻ പൂർത്തിയാകുമ്പോൾ കൂട്ടിക്കെട്ടാനാണ് പ്ലാനെങ്കിൽ സഹോദരങ്ങളെ അല്ലാഹുവിന്റെ ഭാഗത്തുള്ള കോപവും ശാപവും കയറി ഭൂമിയിൽ ജീവിക്കാമെന്നല്ലാതെ ഒരിക്കലും പരലോകത്തെ രക്ഷയ്ക്ക് ആരും ഉണ്ടാകില്ല. ആരും അവർക്ക് ശുപാർശ ചെയ്യാനും അവിടെ കാണുകയില്ല, ആരും അവിടെ രക്ഷിക്കാനും കാണുകയില്ല. സക്കറന്ന നരകത്തിൽ അകപ്പെട്ടു കഴിഞ്ഞു, എന്താണ് ഇവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല എന്ന് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ആയതുകൊണ്ട് വളരെ ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കുക. രണ്ടാമത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം സഹോദരങ്ങളെ, ഈ റമദാനിലെ നോമ്പ് അനുഷ്ഠിക്കുകയും രാത്രി നമസ്കരിക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ പെരുമാറ്റത്തിൽ എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് കൂടി നമ്മൾ ആലോചിക്കുക. സകലമായ ജാഹിലിയത്തിനെയും പിടിതെറിഞ്ഞുകൊണ്ട് ഒരു പരിശുദ്ധമായ ജീവിതം നമുക്ക് തരുന്നതിന് വേണ്ടിയാണ് റമദാൻ കടന്നു വന്നത്. നമ്മുടെ പെരുമാറ്റത്തിനും സ്വഭാവത്തിനുമുള്ള പഴയ അവസ്ഥകൾക്ക് മാറ്റം ഉണ്ടാകണം. അതാണ് റമദാനിന്റെ അനന്തരഫലം. നമ്മുടെ വാശിയും വൈരാഗ്യവും, നമ്മുടെ കുശുമ്പും അസൂയയും, നമ്മുടെ കെറുവും വൈരാഗ്യവും ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നല്ല അനുകമ്പയുടെ, സ്നേഹത്തിന്റെ, വിട്ടുവീഴ്ചയുടെ, ഒരു പരിശുദ്ധിയുടെ ജീവിതം അത് നേടിയെടുക്കാൻ ഒരു മാനസാന്തരം നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ റമദാൻ സഹോദരങ്ങളെ നമ്മളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അസ്സിയാമു ജുന്നത്തുൻ, അസ്സിയാമു ജുന്നത്തുൻ. നോമ്പ് പരിചയാണ് മനുഷ്യനെ തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്തി പരിശുദ്ധപ്പെടുത്തുന്ന ഒരു ഇബാദത്താണ് എന്ന് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആ അർത്ഥത്തിൽ ഒരു മാറ്റം നമ്മളിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയുള്ള ബാക്കി കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ പ്രയത്നിച്ച് നമ്മളെ മാറ്റിയെടുക്കുക. സൈക്കോളജിക്കാർ മനുഷ്യന്റെ സ്വഭാവം മാറ്റുന്നു, രീതി മാറ്റുന്നു എന്നൊക്കെ അവർ പറയുന്നു. പരിശുദ്ധ ഖുർആനും ഇബാദത്തുകളും സഹോദരങ്ങളെ മനുഷ്യനെ അടിമുടി മാറ്റിയെടുക്കുന്ന നമുക്കറിയുമല്ലോ. എത്ര വലിയൊരു ജാഹിലിയത്തിൽ ഇരുളിൽ കഴിഞ്ഞുകൂടിയ വിഗ്രഹാരാധന നടത്തി പരസ്പരം തമ്മിൽ തല്ലി എന്താണ് വെളിച്ചമെന്നറിയാതെ കഴിഞ്ഞുകൂടിയ ഒരു സമൂഹത്തിന് മുന്നിലാണ് സഫാ മലയുടെ മുകളിൽ കയറിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹു തുഫ്ലിഹൂ. ഈ ഒരു കലിമയിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾ ഭൂമിയിൽ രക്ഷപ്പെടും, നിങ്ങൾ പരലോകത്ത് രക്ഷപ്പെടും. നിങ്ങൾക്ക് ഇന്നുണ്ടായിരിക്കുന്ന സകലമായ തിന്മകളും സകലമായ ജാഹിലിയത്തുകളും നിങ്ങളിൽ നിന്നും മാറി നിങ്ങൾ ശുദ്ധിയുള്ളവരാകും, നിങ്ങൾ പരിശുദ്ധരാകും, നിങ്ങൾ പ്രതാപമുണ്ടാവും, നിങ്ങൾക്ക് അന്തസ്സുണ്ടാവും, നിങ്ങൾക്ക് പരലോകത്ത് വിജയമുണ്ടാകും. അതുണ്ടായില്ലേ സഹോദരങ്ങളെ? ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം അവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ, അതിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ട് കഴിഞ്ഞപ്പോൾ ഇന്നലെ വരെ ഏറ്റവും വലിയ വൃത്തികേടുകളിൽ ജീവിച്ച ഒരു സമൂഹം അടുത്ത ദിവസം മുതൽ ലോകത്തെ ഏറ്റവും ഉയർന്ന ആൾക്കാരായി മാറിയില്ലേ? അതിന് ചരിത്രം സാക്ഷിയല്ലേ, ലോകം സാക്ഷിയല്ലേ? ഫിറഔന്റെ മുന്നിൽ വന്ന മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ യുദ്ധം പോരാടാൻ വേണ്ടി വന്ന സാഹിത്യങ്ങൾ മൂസാ നബി അല്ലാഹുവിന്റെ മുഅ്ജിസത്ത് കാണിച്ചപ്പോ അതിനെ പരാജയപ്പെടുത്താൻ പ്രവാചകന്റെ ശത്രുവായിട്ട് കടന്നു വന്ന ആൾക്കാർ അവരും അവരുടെ സിഹർ പ്രകടിപ്പിച്ചു. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ഫൽഖി അസാക, ഇതിന്റെ വടിയിടാൻ പറഞ്ഞ വടിയിട്ടു, അത് പാമ്പായി. അവരുടെ ആ സാഹിത്യങ്ങൾ ജാലവിദ്യക്കാരുടെ കയറുകളെല്ലാം അത് എടുത്തു വിഴുകി കഴിഞ്ഞപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു ഈ ചെയ്തത് നമ്മൾ ചെയ്തതിൽ കേവലം കണ്ടെട്ടും ഇതൊരു അത്ഭുതകരമായ ഇലാഹിയായ പടച്ചതമ്പുരാന്റെ ഭാഗത്തുനിന്നുള്ള നേരിട്ടുള്ള ഇടപെടലുകളുമാണെന്ന്. ആ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്തു? ഞങ്ങൾ മൂസായുടെ ഹാറൂന്റെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു, റബ്ബുൽ ആലമീൻ. ആ സ്പോട്ടിൽ അവർ വിശ്വസിക്കുകയാണ്. ഫിറഔൻ അവരോട് എന്താ പറഞ്ഞത്? ഫിറഔൻ അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നോട് ചോദിക്കാതെ എന്റെ അനുമതി ഇല്ലാതെ നിങ്ങൾ ഇവിടെ വെച്ച് മൂസയെ പിൻപറ്റുകയാണെങ്കിൽ കൈകാലുകൾ ഛേദിക്കപ്പെടുകയും ഈ കാണുന്ന തൂക്കുമരത്തിലേക്ക് നിങ്ങൾ ഞാൻ വധിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിന്റെ സ്വേച്ഛാധിപതിയായ ഭരണാധികാരി അവരുടെ മുന്നിൽ ഭീഷണി മുഴക്കുമ്പോ അവരെന്താ പറഞ്ഞത്? നിനക്ക് വിധിക്കാൻ കഴിയുന്നത് നീ വിധിച്ചുകൊള്ളുക. ഞങ്ങൾ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി, ഞങ്ങൾ ഒരു വസ്തുത മനസ്സിലാക്കി, ഞങ്ങൾക്കൊരു ഹഖീഖത്ത് തിരിഞ്ഞു. ഇനി നിനക്കെന്ത് വിധിക്കാൻ പറ്റുമോ വിധിക്കുക. ഭൂമി ലോകത്ത് മാത്രമല്ലേ നിനക്ക് വിധിക്കാൻ കഴിയുള്ളൂ, പരലോകത്ത് വിധിക്കാൻ നിനക്ക് സാധ്യമല്ലല്ലോ. സഹോദരങ്ങളെ, വൈകുന്നേരമായപ്പോൾ കൈകാലുകൾ ഛേദിക്കപ്പെട്ട്
അവരെ തൂക്കിക്കൊല്ലപ്പെട്ടു, എണ്ണയിലിട്ട് പൊരിക്കപ്പെട്ടു. എന്താ ഇവിടെ സംഭവിച്ചത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള ഒരു കലിമയുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ പ്രഭാതത്തിൽ രാവിലെ അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും ശത്രുവായിട്ട് വന്ന ആൾക്കാർ ഒരു ഉച്ച സമയത്തിന് മുമ്പായപ്പോൾ, ഉന്നപ്രഭാതം അഥവാ ഒരു മഹാന സമയമായി കഴിഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രവേശിച്ച് അവർ വിശ്വാസികളായി. വൈകുന്നേരമായപ്പോൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹാദത്ത് വരിച്ച് അവർ സ്വർഗത്തിലേക്ക് പോയി. ഭൗതികമായ ശക്തികളുടെ പ്രേരണകൾക്കൊന്നും അവരെ തടഞ്ഞു നിർത്താനോ മാറ്റി നിർത്താനോ കഴിഞ്ഞില്ല. അത്രത്തോളം കരുത്തുള്ള, അത്രത്തോളം ശക്തിയുള്ള ഒരു വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിന്മയിൽ കൂട്ടുകിടന്ന സമൂഹത്തെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളിത് പറഞ്ഞു നിങ്ങൾ രക്ഷപ്പെടും. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു ദീനിന്റെ വക്താക്കളും അങ്ങനെയുള്ള ഒരു കലിമയുടെ വക്താക്കളുമാണ് നമ്മളെങ്കിൽ ഈ കലിമ അത് ഏറ്റവും കൂടുതൽ പ്രകാശിപ്പിക്കുന്ന, അതിന്റെ സൗന്ദര്യം പ്രകടമാകുന്ന ഈ പരിശുദ്ധമായ 30 നാളുകളിലൂടെ നമ്മളിൽ എന്ത് മാറ്റം വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾക്ക് എത്ര ആദർശബോധം ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ സ്ഥിരകളിൽ, നമ്മുടെ ചിന്തകളിൽ എത്രത്തോളം ഇസ്ലാം പ്രവേശിച്ചിട്ടുണ്ട്, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എത്രത്തോളം ഇസ്ലാം പ്രവേശിച്ചിട്ടുണ്ട്. ജാഹിലിയ്യത്തിന്റെ വിധികളെയും ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളെയും ഇന്നും നെഞ്ചകത്ത് കുടിയേറ്റിക്കൊണ്ട് തന്നെയാണോ നമ്മൾ ജീവിക്കുന്നത്? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഫറവയുടെ സമൂഹത്തെ കുറിച്ച് പറഞ്ഞു, പശുക്കുട്ടിയോടുള്ള പ്രേമം അവരതിനെ കുടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ സംസ്കാരത്തെ, ആ ആദർശത്തെ അവർ കുടിച്ചു വിഴുങ്ങി അവരുടെ മജ്ജയിലും മാംസത്തിലും അടിഞ്ഞു ചേർന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു ജാഹിലിയ്യത്തിന്, ഒരു അന്ധവിശ്വാസത്തിന്, കേവലം ഒരു പശുവിനെ ആരാധിക്കുന്ന ഒരു രീതിശാസ്ത്രത്തിന് ഒരു സമൂഹത്തിന്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മജ്ജയും മാംസവും കീഴ്പ്പെടുത്തി അവരെ തിന്മയിൽ അകപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതിനേക്കാൾ 10,000 ഇരട്ടിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന് മനുഷ്യന്റെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ അടിമുടി മാറ്റാൻ കഴിയുമെന്നതിൽ സംശയമില്ല. അത് ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അത് ലോകത്ത് ചരിത്രം സാക്ഷിയാണ്. നാം അത് ലോകത്ത് കണ്ടതാണ്. സഹോദരങ്ങളെ, അങ്ങനെയുള്ള ഒരു കലിമത്തിന്റെ വക്താക്കൾ 30 നാൾ സഞ്ചരിച്ച ഈ അനുഗ്രഹീത ദിവസങ്ങളിലൂടെ നമ്മുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്ന് പുനരാലോചിക്കുക, ഒന്ന് ആത്മപരിശോധന നടത്തുക. അതല്ല ഇപ്പോഴും നമ്മുടെ ഇച്ഛ തന്നെയാണ് എന്റെ ദൈവം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ഖുർആനിൽ അല്ലാഹു തആല ഒരു സമൂഹത്തെ കുറിച്ച് പറഞ്ഞപ്പോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ ഇച്ഛകളാണ്, ഞങ്ങളുടെ താല്പര്യങ്ങളാണെന്ന് പറയുന്ന, അങ്ങനെ അടപ്പതിച്ചു പോയ, നരകം വിലക്കിമാക്കിക്കൊണ്ട് ലോകത്തുനിന്ന് പോയ ഒരു സമൂഹത്തെ പോലെയാണ് ഇപ്പോഴും വിശ്വാസികളായ നമ്മൾ എന്നും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. ആത്മപരിശോധന നടത്തി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ തിരുത്തി അല്ലാഹുവിലേക്ക് മടങ്ങാൻ എനിക്കും നിങ്ങൾക്കും, ഞാൻ എന്റെ നഫ്സിനോട് നിങ്ങളോട് പറയുന്നു, സാധിച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധ റമദാൻ നമുക്ക് സഫലമാണ് സഹോദരങ്ങളെ. നമ്മുടെ വ്രതം നമുക്ക് സഫലമാണ്, നമ്മുടെ ഇബാദത്തുകൾ നമുക്ക് സഫലമാണ്. അല്ലാഹു തആല ആ അർത്ഥത്തിൽ നമ്മളെ കബൂലാക്കുമാറാകട്ടെ. ഇന്നത്തെ രാത്രിയെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇത് പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണെന്നാണ്. പ്രതിഫലം നൽകപ്പെടുന്ന ദിവസമാണ് ലൈലത്തുൽ ജായിസ. 30 ദിവസത്തെ നമ്മുടെ വ്രതത്തിന്റെയും ഇബാദത്തിനും അല്ലാഹു പ്രതിഫലം നൽകുന്ന ദിവസം, മലക്കുകളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്ന ദിവസം, നിങ്ങളൊന്ന് നോക്കി എന്റെ ദാസന്മാരെ, അവരെന്നെ കണ്ടിട്ടില്ല, അവർ സ്വർഗം കണ്ടിട്ടില്ല, അവർ നരകം കണ്ടിട്ടില്ല. എന്റെ ദിവ്യ ബോധനങ്ങൾ വെളിപാടുകൾ അവരിലേക്ക് വന്നു. അവരത് വിശ്വസിച്ചുകൊണ്ട് പകലെല്ലാം നോമ്പനുഷ്ഠിച്ചു, രാത്രി നമസ്കരിച്ചു. ഇന്നത്തെ ദിവസം ഞാൻ അവർക്ക് എന്താണ് പ്രതിഫലം കൊടുക്കേണ്ടത്? അവർ പറയും, ആരവരുടെ ജോലി പൂർത്തിയാക്കിയോ അവർക്ക് അതിന്റെ പ്രതിഫലം നീ പൂർണ്ണമാക്കി കൊടുക്കുക. അല്ലാഹു അവന്റെ സ്വന്തം നഫ്സിനെ സത്യം ചെയ്തുകൊണ്ട്, എന്റെ അന്തസ്സിൽ സത്യം, എന്റെ മഹത്വത്തിൽ സത്യം, തീർച്ചയായും എന്റെ ഈ ദാസന്മാർക്കെല്ലാം ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. ഇന്നേ ദിവസം അവർ എന്നോട് എന്ത് ചോദിക്കുന്നു അത് മുഴുവൻ ഞാൻ അവർക്ക് നൽകുന്നതാണ്. അവരെന്ത് ഭൗതികമായ കാര്യം ചോദിക്കുന്നുവോ അവർക്ക് നന്മ എന്താണെന്ന് നോക്കി ഞാൻ നൽകുന്നതാണ്. ഏത് പാരത്രികമായ നേട്ടം ചോദിക്കുന്നുവോ അത് ഞാൻ അവർക്ക് അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ്. അതുകൊണ്ട് അവരുടെ മേൽ എന്റെ കരുണ വർഷിക്കുന്നതാണെന്ന് അല്ലാഹു തആല പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ രാത്രിയാണ് ഇനി വരാൻ പോകുന്ന രാത്രി. അതുപോലെ ഈ പകലിൽ നിന്നും അവസാനിക്കുന്ന ഈ സമയം നമ്മുടെ അമലുകളുടെ അവസാന സമയത്ത് അല്ലാഹുവിന്റെ അടുക്കൽ ഖബൂലിയത്ത് നേട്ടമുണ്ടാക്കേണ്ട ഒരു പ്രത്യേക സമയമാണ്. സഹോദരങ്ങളായതുകൊണ്ട് തൗബ ചെയ്ത് അല്ലാഹുവിലേക്ക് പരിപൂർണമായി മടങ്ങി ജീവിതത്തിൽ മരണം വരെയും ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ട്, അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞ എടുത്ത് കരാറെടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ തിരുത്തി മുമ്പോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നൽകിയിരിക്കുന്ന ഒരു അവസരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാലം ആർക്ക് വേണ്ടി കാത്തു നിൽക്കുകയില്ല. ഒരുപാട് പേർ നമ്മൾ ഉണ്ടായിരുന്നവർ വിട്ടുപോയി.
ഇനിയിപ്പോ അടുത്ത റമദാൻ ആരൊക്കെ ഉണ്ടാകുമെന്ന് അറിയില്ല. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളോട് കരുണ ചെയ്യട്ടെ. ആ മരണപ്പെട്ടു പോയവർക്ക് കരുണ ചെയ്യട്ടെ. അവരോട് കരുണ കാണിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്നവരോട് കരുണ കാണിച്ചു. അപ്പോൾ ജീവിച്ചിരുന്നവരോട് നമ്മൾ കരുണ കാണിക്കുക. മരണപ്പെട്ടു പോയവരോട് കരുണ കാണിച്ചു. ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുന്നു, പാതിരാത്രിയുടെ വെളുപ്പിൽ എഴുന്നേറ്റ് ബക്കയിൽ പോയി നിന്ന് അവിടുത്തെ മരണപ്പെട്ടു കിടക്കുന്ന സഹാബത്തിന് വേണ്ടി ദുആ ചെയ്തു. ഉഹദിലേക്ക് നടന്നുപോയി. ഉഹദിൽ ഷഹാദത്ത് വരിച്ചു കിടക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്തു. മരണപ്പെട്ട് കിടക്കുന്നവരോട് കിടപ്പാടുകളുണ്ട്, കരുണയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അവർ കരുണ ഉണ്ടാകണം മനുഷ്യന്. ആ മരണപ്പെട്ട് കിടക്കുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അവരോടുള്ള സ്നേഹമാണ്, അവരോടുള്ള കരുണയാണ്. ജീവിച്ചിരിക്കുന്നവരോടും കരുണ കാണിക്കണം. പെരുന്നാൾ ദിവസത്തിൽ നമ്മളോട് അല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കരുണയുടെ ഒരു പ്രധാന ഭാഗമാണ് ഫിത്ർ സദഖ എന്ന് പറയുന്നത്. ഇമാം ബുഖാരി, മുസ്ലിം, ഇമാം അബൂ ദാവൂദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, ഫർദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദഖത്തുൽ ഫിത്രി തുഹമതൻ തുഹറത്തൻ ലിസ്സിയാമി മിനൽ ലഹബി വതുഹമതൻ ലിൽ മസാകീൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സദഖയെ നമുക്ക് പരിചയപ്പെടുത്തിയത് നോമ്പിൽ ഒരു വിശ്വാസിക്ക് വന്നിരിക്കുന്ന വീഴ്ചകളും ബലഹീനതകളും അത് പരിഹരിക്കുന്നതിന് വേണ്ടിയും സാധുക്കൾക്ക് ആ ദിവസം സുഭിക്ഷമായി ഭക്ഷിക്കുന്നതിന് വേണ്ടിയും ഉള്ള ഒരു ക്രമീകരണത്തിൽ അല്ലാഹു തആല ഫിത്ർ സദഖയെ നിയമമാക്കിയിരിക്കുന്നത് പറയുകയുണ്ടായി. അത് വാജിബാകുന്നത് ഇന്നത്തെ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി ആ സന്ദർഭത്തിൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവരിൽ നിന്നും പെരുന്നാൾ ദിവസത്തെ ചെലവ് കഴിഞ്ഞ് മിച്ചമുള്ളവർക്കെല്ലാം അത് വാജിബായി തീരും, നിർബന്ധമായി തീരും. ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ ചെലവിൽ കഴിയുന്ന ഭാര്യ, ചെറിയ മക്കൾ അവർക്കെല്ലാം കൊടുക്കൽ നിർബന്ധമാണ്. മുതിർന്ന മക്കളുടെ അനുവാദത്തോടുകൂടി അവർക്ക് കൊടുത്താൽ അതും വീടുന്നതാണ്. തന്റെ കീഴിൽ ചെലവിന്റെ കീഴിൽ കഴിയുന്നവർക്കെല്ലാം ആ രീതിയിൽ കൊടുക്കാൻ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് വാങ്ങിക്കാൻ അർഹർ, നേരത്തെ നമ്മൾ പറഞ്ഞ സക്കാത്ത് വാങ്ങാൻ അർഹരാണോ അവർക്ക് തന്നെയാണ് ഫിത്ർ സദഖയും കൊടുക്കേണ്ടത്. അത് നമ്മൾ കൊടുക്കേണ്ടത് സാധാരണ മുഖ്യാഹാരമായി കണക്കാക്കപ്പെടുന്ന നമ്മുടെ അരിയാണ് നമ്മുടെ നാട്ടിൽ. അതിന്റെ ഏകദേശം ഒരു സൂക്ഷ്മതയുടെ കണക്ക് പറഞ്ഞാൽ ഒരു 2.5 കിലോ ഒരാളിന് കണക്കാക്കി കൊടുക്കണം. പക്ഷെ ഇവിടെ ഈ അരിയിൽ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു കാര്യമുണ്ട്. 2 കാര്യങ്ങളാണ് ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒന്ന്, നമ്മുടെ നോമ്പിൽ വന്ന വീഴ്ചകൾ പരിഹരിക്കുക. 2, സാധുക്കളുടെ പ്രശ്നങ്ങൾ അവർക്ക് ആ ദിവസം വിശപ്പും ബുദ്ധിമുട്ടും ഇല്ലാതെ കഴിയാനുള്ള അവസ്ഥ ഉണ്ടാകുക. അതുകൊണ്ട് അതിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ സഹോദരങ്ങളെ അത് വളരെ അനുഗ്രഹമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ 30 ദിവസത്തെ നോമ്പ് അതിലുണ്ടായ പ്രശ്നമെല്ലാം 2.5 കിലോ അരി കൊണ്ടൊക്കെ പരിഹരിക്കും എന്ന് നമ്മൾ കണക്കാക്കുമ്പോ അതിനകത്ത് ആ കുറെ കൂടെ ഒന്ന് വിശാലമായി ചിന്തിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് വളരെ നല്ല. ഇത് രാവിലത്തെ അഴിയിൽ ഞാൻ വായിച്ച് നിങ്ങൾ കേട്ട് കാണും. 1 വയസ്സുള്ള ഒരൊട്ടാകുട്ടി നിർബന്ധമായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് സക്കാത്തിന് ചെന്നപ്പോ അദ്ദേഹം ഇതുകൊണ്ട് എന്ത് ചെയ്യാനായി ഒരൊട്ടാകുട്ടിയെ കൊണ്ട്? സക്കാത്ത് അത്രേ നിർബന്ധമുള്ളൂ, പക്ഷെ അതുകൊണ്ട് അതിന് പാലുമില്ല, യാത്രയ്ക്കും പറ്റിയില്ല. അദ്ദേഹം നല്ല ഒട്ടാകുട്ടിയാണ് കൊടുത്തു. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് മറ്റേത് നിർബന്ധമുള്ളൂ, പക്ഷെ ഇത് നന്നാൽ നിങ്ങൾക്ക് അത്രയും പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു കട്ടില് വാങ്ങിക്കാൻ വേണ്ടി കടയിൽ ചെന്ന് വീട്ടിലേക്ക് ഒരാൾക്ക് കിടക്കാനോ മയ്യത്ത് കട്ടിൽ അത്രയും മതി. പക്ഷെ നമ്മളെന്ത് ചെയ്യും? വീടൊക്കെ വിശാലമായി ഇറങ്ങാൻ കിടന്നോട്ടെ നോക്കി അങ്ങനെയല്ല എല്ലാ സാധനവും വാങ്ങിക്കുന്നത്. എന്നാൽ നമ്മുടെ 30 ദിവസത്തെ നോമ്പിന് ഒരു പരിഹാരം ഉണ്ടാകാനാണെങ്കിൽ വിശാലത ചെയ്തു കൊടുക്കുക സഹോദരങ്ങളെ. അതുപോലെ തന്നെ പാവങ്ങൾക്ക് ഭക്ഷിക്കാനാണെങ്കിൽ 1 രൂപ കൊടുത്താൽ നമ്മുടെ നാട്ടിൽ നിന്ന് അരി കിട്ടും. 10 രൂപയ്ക്ക് 10 കിലോ അരി കിട്ടുന്ന നാടാ. അതുകൊണ്ട് നമ്മൾ കൊടുക്കുമ്പോ ഇന്നത്തെ ഈ കൂത്തിനേക്കാൾ അഥവാ അവരുടെ ഭക്ഷണത്തെക്കാൾ കൂടുതൽ എക്സ്ട്രാ സാധനങ്ങൾക്കായിട്ട് വില വരുന്നത്. ഒരു 2.5 കിലോ അരി ഒരാൾക്ക് ഒരു വേവിച്ച് കഴിക്കണമെങ്കിൽ അങ്ങനെ 100-300 രൂപയുടെ ചെലവ് വേറെ ഉണ്ടാകും. അങ്ങനെയൊക്കെ നിർബന്ധത്തിലൂടെ ഞാൻ 10 പറയല്ല, ഇതിന്റെ ആ ആശയം ഞാനൊന്ന് വിശദീകരിച്ചതാണ്. ആയതുകൊണ്ട് ആ രീതിയിലൊക്കെ പാവങ്ങൾക്ക് വിശാലത ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ സഹോദരങ്ങളെ അല്ലാഹു നമ്മളോട് കരുണ കാണിക്കും. ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ അല്ലാഹു ആകാശത്തിലുള്ള നമ്മളോട് കരുണ കാണിക്കും. ജീവിച്ചിരിക്കുന്നവരോട് മരണപ്പെട്ടവരോട് നമ്മൾ കരുണ കാണിക്കുക, അല്ലാഹു നമ്മളോട് കരുണ കാണിക്കും. ആയതുകൊണ്ട് അതിലൊരു വിശാലത ചെയ്യാൻ പറ്റിയാൽ ആ രീതിയിൽ നമ്മൾ ചെയ്യുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശവ്വാൽ മാസത്തിൽ 6 ദിവസത്തെ നോമ്പാണ്. പെരുന്നാൾ ദിവസം നോമ്പ് അനുഷ്ഠിക്കൽ ഹറാമാണ്. അടുത്ത ദിവസം മുതൽ അല്ലെങ്കിൽ ആ മാസത്തിൽ എപ്പോഴെങ്കിലുമായിട്ട് തുടർച്ചയായിട്ട് പറ്റുമെങ്കിൽ അത് ഏറ്റവും അഫ്ദലാണ്. കഴിയുന്നില്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിട്ടെങ്കിലും 6 ദിവസത്തെ നോമ്പ് ശവ്വാൽ മാസത്തിൽ ഒരാൾ പിടിച്ച് പൂർത്തീകരിച്ചാൽ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, മൻ സാമ റമദാന